യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകൃപയാൽ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവത്തോടൊപ്പമായിരിക്കുവാനും ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പുതിയൊരു ദിവസം തുടങ്ങുവാനും ദൈവം നമ്മളെ അനുവദിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. ആ തിരുവചനത്തിലെ ഒരു വചനഭാഗമാണ്. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. ദൈവസന്നിധിയിൽ നിങ്ങൾ ഓരോരുത്തരും ഒരനുഗ്രഹമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലായിരുന്നാലും എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തോടൊപ്പമായിരുന്നാൽ എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറും. എൻ്റെ കുടുംബം അനുഗ്രഹമായി മാറും. മക്കൾ അനുഗ്രഹമായി മാറും. ഞാൻ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായി മാറും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹം തന്നെയായിരിക്കും. ഒരു തിന്മയ്ക്കും നിങ്ങളെ തൊടുവാൻ സാധിക്കുകയില്ല. ഒരു സഹനത്തിനും നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളെപ്പോഴും ദൈവത്തോടൊപ്പമായിരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ഏകരക്ഷകനാണെന്നും യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും ഈ ലോകം മുഴുവൻ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയും ഈ നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ ലോകം മുഴുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.